കൂട്ടുകാരെ, നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഒരു മടിയനായ കഴുതച്ചാരുടെ കഥയാണ്. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു പാവം കച്ചവടക്കാരനുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്നും വേറൊരു ഗ്രാമത്തിലേക്ക് ഉപ്പ കൊണ്ടുപോയി കച്ചവടം നടത്തിയാണ് അയാൾ ജീവിച്ചിരുന്നത്. എല്ലാ ദിവസവും അയാൾ തന്റെ കഴുതയുടെ മുകളിൽ ഉപ്പസഞ്ചി വെച്ച് കെട്ടി കഴുതയെയും കൊണ്ടുപോയി കച്ചവടം നടത്തുകയായിരുന്നു പതിവ്. അയാൾ അയാളുടെ കഴുതയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ കഴുതയാകട്ടെ തന്റെ യജമാനനോട് ഒട്ടും നന്ദിയില്ലാത്തവനും മഹാമടിയച്ചാരുമായിരുന്നു. ഈ പണി തനിക്ക് മടുത്തു. എങ്ങനെയെങ്കിലും തന്റെ യജമാനനെ പറ്റിച്ച് പണിയൊന്നും ചെയ്യാതെ സുഖിച്ച് ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അതിനായി അവൻ പല പണിയും നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ കച്ചവടക്കാരൻ തന്റെ കഴുതയെയും കൊണ്ട് ഉപ്പ് കച്ചവടത്തിനായി ഇറങ്ങി. അവിടെ ഒരു പുഴയുടെ കുറുകെ ഒരു പാലമുണ്ടായിരുന്നു. അതുവഴി വേണം അവർക്ക് കടന്നു പോകാൻ. അങ്ങനെ നടന്നു പോകുമ്പോൾ കഴുതച്ചാർ അറിയാതെ കാൽ വഴുതി പുഴയിലേക്ക് വീണുപോയി. ഇത് കണ്ട് കച്ചവടക്കാരൻ പേടിച്ചു നിലവിളിച്ചു. നദിയിൽ വീണ കഴുത നീന്തി നീന്തി ഒരു വിധത്തിൽ കരയിൽ കയറി പറ്റി. കഴുത രക്ഷപ്പെട്ടത് കണ്ട് അയാൾക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോഴാണ് കഴുതച്ചാർക്ക് കാര്യം പിടികിട്ടിയത്. തന്റെ മുകളിലുള്ള ചാക്കിന്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. അവന് വല്ലാതെ സന്തോഷമായി. ചാക്ക് പുഴയിൽ വീണ് പകുതിയോളം ഉപ്പ് അപ്പോഴേക്കും അലിഞ്ഞു പോയിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കഴുതയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന സന്തോഷമായിരുന്നു കച്ചവടക്കാരന്. പക്ഷേ മടിയനും കൗശലക്കാരനുമായ കഴുത എല്ലാ ദിവസവും നടന്ന് പാലത്തിന്റെ മുകളിൽ എത്തുമ്പോൾ മനഃപൂർവ്വം പുഴയിലേക്ക് വീഴുവാൻ തുടങ്ങി. കഴുത ഈ സൂത്രം കുറേ ദിവസങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇത് തുടരുമ്പോൾ അയാൾക്ക് കഴുതയുടെ ഈ സൂത്രം പിടികിട്ടി. തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കച്ചവടക്കാരൻ കഴുതയുടെ മടി മാറ്റുവാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അയാൾ ഒരു സൂത്രം കണ്ടെത്തി. എല്ലാ ദിവസവും കഴുതയുടെ പുറത്ത് കെട്ടിവെച്ചിരുന്ന ഉപ്പിന് പകരം ആ ചാക്കിൽ കച്ചവടക്കാരൻ പഞ്ഞി നിറച്ചു. അത് കഴുതയുടെ പുറത്ത് എല്ലാ ദിവസത്തെയും പോലെ വെച്ച് കെട്ടി യാത്ര ആരംഭിച്ചു. അങ്ങനെ പതിവ് പോലെ അവൻ നടന്ന് പാലത്തിന് മുകളിൽ കയറി. കഴുത എന്നത്തെയും പോലെ പുഴയിലേക്ക് എടുത്തു ചാടി. അതുപോലെ കഴുതച്ചാർ കരയിലേക്ക് കയറി. ഭാരം കൂടിയത് കാരണം അവന് നടക്കുവാനേ കഴിയുന്നില്ല. അവൻ ആ ഭാരവും വഹിച്ചുകൊണ്ട് കച്ചവടക്കാരന്റെ പുറകെ പതുക്കെ പതുക്കെ ബുദ്ധിമുട്ടി നടന്നു. വെള്ളത്തിലേക്ക് ചാടിയ കഴുതച്ചാർ അറിയുന്നുണ്ടോ തന്റെ മുകളിൽ ഉപ്പിന് പകരം പഞ്ഞിക്കെട്ടാണെന്നുള്ള സത്യം? പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ് നനഞ്ഞ് അതിന്റെ ഭാരം കൂടുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരിക്കലും അവൻ തന്റെ യജമാനനെ പറ്റിക്കുവാൻ നോക്കിയിട്ടേയില്ല. അവൻ തന്റെ മടിയൊക്കെ ഉപേക്ഷിച്ച് നല്ലവനായി ജീവിച്ചു. കണ്ടില്ലേ കൂട്ടുകാരെ, മടിയന് പറ്റിയ പറ്റ്. മടിയൻ മല ചുമക്കുമെന്ന് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് സ്വന്തം ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന നമ്മുടെ കഴുതച്ചാർക്ക് പറ്റിയ പറ്റ്.